ചിലൊരു സ്നേഹം പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയും സമരിയക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ പറയുകയാണ്, ഈശോ സമരിയക്കാരിയോട് സംസാരിച്ചതിന് ശേഷം അവൾ കുടം അവിടെ വെച്ചിട്ട് ഉടനെ തന്നെ പട്ടണത്തിലേക്ക് പോയിട്ട് ആളുകളോട് ഈശോയെ പറ്റി സംസാരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് ഈശോയെ പറ്റി സംസാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരുത്തിനെ ഞാൻ കണ്ടു, ഇവൻ തന്നെയായിരിക്കുമോ മിശിഹ എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംശയമൊക്കെ വഴി ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ഈശോയെ അവർക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സാക്ഷ്യം അവൾ നൽകുകയാണ്. ഈ ജനങ്ങൾ എന്ത് ചെയ്തു? ഈ സ്ത്രീ പറഞ്ഞു കേട്ടതനുസരിച്ച് നേരെ അവർ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ആലോചിക്കണം, യഹൂദരുടെ ഇടയിൽ സ്ത്രീകൾക്കോ സ്ത്രീകളുടെ സാക്ഷ്യത്തിനോ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഈ സമരിയക്കാരി സ്ത്രീയുടെ വാക്ക് കേട്ട് ജനങ്ങളെല്ലാം ഈശോയുടെ അടുക്കലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സാക്ഷ്യമായിരിക്കും അവൾ നൽകിയിട്ടുണ്ടാവുക. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈ സമരിയക്കാരി സ്ത്രീ നമ്മളോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങള് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അതിനെപ്പറ്റി വളരെ പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് പറയുക, ഈശോയെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ ഈ സമരിയക്കാരി സ്ത്രീ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സമരിയക്കാരി സ്ത്രീ ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ സാക്ഷികളായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്